എന്തോന്ന് വെച്ചേ? എന്താണ് മിസ്സസ് രവി ഈ സമയം അടുക്കള കയറി ഡാൻസ് കളിക്കാറാണല്ലോ പതിവ്? അയ്യ, എന്നാ പിന്നെ ഞാൻ അടുക്കള കയറി ഡാൻസ് കളിക്കട്ടെ. അയ്യോ സഹായിക്കല്ലേ പ്ലീസ്. എന്തോന്നമ്മ അമ്മ ഇങ്ങനെ എന്നെ എൻകറേജ് ചെയ്യണവരും ഡിസ്കറേജ് ചെയ്യാണോ? എനിക്ക് സംസാരിക്കാൻ വയ്യ, നീ അങ്ങോട്ടെങ്ങാനും പോവച്ചേ. അയ്യല്ലേ ബെറ്റി ഹലോ നീങ്ങിക്കടോ വെച്ചേ. ഇതൊരു വീട്ടിൽ ഇതിന്റെ കാലെടുത്ത് മാറ്റി വെച്ചേ. എന്തോന്നമ്മ കുറച്ചു നേരം കൂടെ ഇങ്ങനെ കിടന്നോട്ടമ്മ. എത്ര നാളായി ഇങ്ങനെ കിടന്നിട്ട്? ഞാൻ ചത്തു പോകത്തേ ഉള്ളു ഇങ്ങനെ കിടന്ന. അമ്മ നമുക്ക് കുറച്ച് ദിവസേ ആ തറവാട്ടിലൊന്ന് പോയി നിന്നാല? എന്ത് രസമമ്മ അവിടെ. രാവിലെ എണീക്കുമ്പോ പക്ഷികളുടെ കളകളാരവം, മൂടൽ മഞ്ഞ്. ആ അമ്മ 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 ഈ പാടങ്ങൾക്ക് തണുക്കാതിരിക്കാനേ പ്രകൃതി ഒരുക്കിയ ബ്ലാങ്കറ്റ് ആണോ അമ്മ ആ മൂടൽ മഞ്ഞ്? മാങ്ങാ തൊലി മനുഷ്യനോട് തലവനെടുത്ത് കിടക്കാതെ വിചാരിക്കും അവള് സാഹിത്യം കൊണ്ട് വന്നേക്ക്. എണീച്ച് പൊടി ഇടുന്നു. ഞാൻ പോവില്ല. മതിയാ നല്ല സുഖമില്ലേ? നാട്ടിൻപുറത്തിന് നന്മ അറിഞ്ഞോടത്തൊരു നാട്ടിൻപുറത്തുകാരി, പ്രകൃതി വിരോധി അമ്മയാണത്രേ അമ്മ. വെറുതെ അല്ല അമ്മ ഇവിടെ പ്രളയം വന്നത്. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ലോ ജനകോടി. എന്തോ നമ്മ ഇത് മണി, മണിയേ, മണി. ആ എന്താ രവിയേട്ടാ? എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ല, നീ ചുമ്മാ ഇങ്ങനെ കിടക്കത്തില്ലല്ലോ. രാവിലെ അടുക്കളയിലോട്ട് പോവാനായിട്ട് ഇറങ്ങി വന്നപ്പോഴേ തലയൊന്ന് ചുറ്റി. തല ചുറ്റിയോ? വേറെ കുഴപ്പമൊന്നുമില്ല, ചുറ്റല് കുറഞ്ഞു. എന്നാലും അതെന്താ അങ്ങനെ വരാൻ കാര്യം? ഇപ്പൊ ഇന്നലെ ഉറക്കം ശരിയായില്ല, അതായിരിക്കും. അമ്മ മുട്ടയും പാലും റെഡിയാണോ? മുട്ടയും പാലും ഇവിടെ അമ്മയ്ക്ക് വയ്യ. അയ്യോ എന്ത് പറ്റി അമ്മ? തല ചുറ്റില്ലെന്ന് ഞാൻ വരുമ്പോ ഇവിടെ കിടക്കുന്നു. രാവിലെ തല ചുറ്റലാണെങ്കിൽ BP വല്ലതും ആയിരിക്കും. അറിയില്ല. അമ്മയ്ക്ക് ബിപിയാ? ഷുഗർ കൂടിയാലും വരും. അത് ഇന്നലെ അടുക്കളയൊക്കെ ശരിയാക്കി വന്നപ്പോ ഒരുപാട് ലേറ്റായി. ഇന്ന് രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തു, അതാണ്. അമ്മ എന്തിനാ ഇത്ര നേരം അടുക്കള നിൽക്കാൻ പോയത്? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം ഒന്ന് കഴുകി പെറുക്കി വൃത്തിയാക്കി, അത്രേ ഉള്ളൂ. ആശുപത്രി പോയി ഫുൾ ചെക്കപ്പ് ചെയ്യണം. ആദ്യം ബ്ലഡ്, പിന്നെ ലിവറും കിഡ്നി. അല്ല ഇതുവരെയായിട്ട് ചെക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, ലിവറും കിഡ്നിയും കേൾക്കുമ്പോ തന്നെ മനുഷ്യന് പേടിയാണ്. ഒന്നും മിണ്ടാതിരിക്കോ വെച്ചേ. അമ്മക്കിന് ബ്ലഡിൽ സോഡിയം കുറഞ്ഞതായിരിക്കോ? അമ്മക്കിപ്പോ മൊത്തത്തിൽ ഒരു വെളിവില്ലായ്മ തോന്നുന്നുണ്ടോ? ആ, മൊത്തം വെളിവും പോയി. തനി മലയാളികളുടെ സ്വഭാവം കാണിക്കല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറുത് വന്നു കഴിഞ്ഞാൽ ഉടനെ അതായിരിക്കും ഇതായിരിക്കും, ആ ടെസ്റ്റ് ചെയ്യ് ഈ ടെസ്റ്റ് ചെയ്യ്. ചെറിയ പനിയുള്ളവനെ കൊല്ലണ വരെ പറഞ്ഞോണ്ടിരിക്കും. മനുഷ്യന് തലവേദനിക്കും. എന്ത് പറ്റിയമ്മ? തല പെരുക്കണം. തലപ്പെരിപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് മലയാളിയല്ലേ, പറഞ്ഞാ കൂടി പോയല്ല. നല്ലൊരു ഞായറാഴ്ചയാണ്. ഇന്നലെ വാങ്ങിച്ച മീൻ ഇരിപ്പുണ്ട്, കപ്പയുണ്ട്, എല്ലാം റെഡിയാക്കാന്ന് വിചാരിച്ചതാണ് ഞാൻ. അപ്പൊ ഇന്നൊന്നും ഉണ്ടാക്കണില്ലേ? വയ്യാതിരിക്കല്ലേ? വയ്യെങ്കി പിന്നെ എന്തോന്ന് വയ്യായിക? ഉണ്ടാക്കിയല്ലേ പറ്റൂ. വേണ്ട വേണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ഉള്ളത് എന്താ വെച്ചാൽ കഴിക്കാം. എന്തുണ്ടെന്നുള്ളതാണ് പ്രശ്നം. എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ശരിയാക്കി എടുക്കാം നമുക്ക്. അമ്മയ്ക്ക് ശരിക്കും തലവേദന ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. പിങ്കി, ആ ബംഗാളി ചന്തുവിനെ വിളിക്ക്, എന്നിട്ട് തലവേദന ഗുളിക വാങ്ങിച്ചോണ്ട് വരാൻ പറ. എന്തോന്ന് മോളെ ഇത്? തലവേദനയുടെ ഗുളിക വാങ്ങിച്ചു കഴിക്കാനാ? ഡോക്ടറെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നേ കഴിക്കാവുള്ളൂ. അതും ഇതും വാങ്ങിച്ച് കഴിക്കാവുള്ളതല്ല. പിന്നെ കേരളത്തിലുള്ളവര് ചെറിയ തലവേദന വന്ന ഡോക്ടറെ പോയി കാണാൻ പോവല്ലേ? അവര് സ്വന്തമായിട്ട് മരുന്ന് മേടിച്ചെന്നെ കഴിക്കും. അതാണ് മലയാളി. പിങ്കി നീ വാ, എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എന്ത് വേണമെന്ന്. അമ്മ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടല്ലോ. മണി, തലവേദന ഉണ്ടോ? ഇത് എന്തോന്ന് ഇടയ്ക്കിടയ്ക്കൊന്നും എല്ലാരും തലവേദന ഉണ്ടോ എന്ന് ചോദിക്കുന്നേ. ഇപ്പൊ ഉണ്ടോ? ചിലപ്പോ ഉണ്ട്, ചിലപ്പോ ഇല്ല. ഇപ്പൊ ചോദിച്ചോ കുഴപ്പമായ?
ചേച്ചി എത്ര നേരമായിടാ നിന്നെ വിളിച്ചിട്ട്? ഗുളിക മേടിക്കാൻ വിളിക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് നേരത്തെ വന്നൂടെ? അത് നിങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ വേറെ സാധനം വാങ്ങാൻ കടയിൽ നിൽക്കുമായിരുന്നു. ഇതാര്? ചന്തു ബംഗാളിയാ? ഈ വഴിയൊക്കെ മറന്നോടാ? വന്ന വഴി മറക്കണമെന്നല്ല ഈ മുഗൾ സന്ത്. ചെറിയ വായില് വലിയ വർത്തമാനം. ഡേയ് നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. നീ ഇപ്പൊ എന്താ പുതിയ പെയിന്റിംഗ് പണിക്കൊക്കെ പോണെന്ന് പറഞ്ഞു, ഇന്നില്ലേ? അത് 5 ദിവസം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അച്ഛാ പൈസ കൊടു. എന്ത് ഗുളിക വാങ്ങണം? തലവേദനയ്ക്കുള്ളത്. എത്ര എണ്ണം വാങ്ങണം? ഒരു 5 എണ്ണം. ഇതില് ആർക്കാ തലവേദന? എനിക്ക്. എന്ത് ഗുളിക വാങ്ങണം? സാരിഡോൺ. സ്പെല്ലിംഗ് ഒന്ന് പറയണം. SARIDON. സാരിഡോൺ. ഓക്കെ, മെസ്സേജ് അയച്ചു തരണോ? വേണ്ട. 250 mg വേണോ 500 mg വേണോ ഗുളിക? വേണ്ട വേണ്ട, ഡോസ് കുറഞ്ഞത് മതി. ഡോസ് കുറഞ്ഞാൽ മതിയേ. എന്നാ ഞാൻ പോയിട്ട് വരാം. അതെ, ആ പറഞ്ഞ ഗുളിക അവിടെ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഏത് ഗുളിക വാങ്ങണം? അതൊക്കെ അവിടെ കാണും. നീ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാടേ മുകുൾ ചന്തേ. ഓക്കെ ഓക്കെ. ഗുളികയുടെ പേരൊന്നുകൂടി പറയണം. സാരിഡോൺ. സഡിറോൺ. ഓ സഡിറോൺ അല്ലടാ, പൊട്ടം ബംഗാളി. സാരിഡോൺ. ചേച്ചി വേണ്ട. നീ പോ. ആ പാവല്ലേ? തലവേദന കുറവില്ലേ മണി? കുഴപ്പമില്ല. അപ്പൊ ഇനി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വേണ്ട വേണ്ട, ഇനി ഒന്നും ഉണ്ടാക്കണ്ട. അമ്മ ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി, അല്ലേ അച്ഛാ? മതി. അപ്പൊ നിങ്ങൾ എന്തോ കഴിക്കും? അത് ഞാനും പിങ്കിയും കിച്ചണിൽ കയറും. ലൈറ്റ് ആദ്യം എന്തെങ്കിലും കഴിച്ചാ പോരെ പിങ്കി? മതി. അച്ഛൻ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം നിർബന്ധം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല പിള്ളേരെ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ദോശമാവ് ഇരിപ്പുണ്ട്, നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയൊന്നും വേണ്ട. ദോശ ഉണ്ടായി കഴിഞ്ഞാൽ ചമ്മന്തി, പിന്നെ ചായ അങ്ങനെ നീണ്ടു പോകും. അവിടെ ആരെയും പോയി അമ്മ അങ്ങോട്ട്. ചേച്ചി വാ. സവാള എത്രയും മതിയോ? മതി. മുളക് വേണോ? മുളകൊന്നും വേണ്ട. ഓംപ്ലേറ്റ് സിംഗിൾ വേണോ ഡബിൾ വേണോ? സിംഗിൾ കഴിച്ചാ മതി. ഉപ്പ് കൂടിപ്പോകാൻ നോക്കിക്കോ. ശരിയാണ്, മുട്ടയ്ക്കെങ്ങാനും ഉപ്പ് കൂടുകയുണ്ടല്ലോ, പ്രശ്നമാണ്. ഈ ഓംലേറ്റ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. ഓക്കെ. ബ്രെഡും മുട്ടയുമാണോ? പോരെ, കട്ടൻ ചായ തയ്യാറാക്കാം. അച്ഛനെ ബ്രെഡ് അത്ര താല്പര്യം ഇല്ലല്ലോ. താല്പര്യമില്ലെങ്കിൽ ഓംലേറ്റ് മാത്രം കഴിച്ചാൽ മതി. അമ്മ അച്ഛന്റെ താല്പര്യം നോക്കി നോക്കിയാണ് ആരോഗ്യം ഈ സ്ഥിതിയിലായത്. ഏത് സ്ഥിതിയില്? വയസ്സായി, അത് ഓർമ്മ വേണം. ആർക്കിടി വയസ്സായത്? ചിലരെങ്ങനെയാണ്, വയസ്സായാലും വയ്യെങ്കിലും ഒന്നും സമ്മതിക്കൂല. നോക്കി കണ്ടൊക്കെ ചെയ്യൂ പിള്ളേരെ. ഇതുവല്ലത് വായ വെച്ച് കഴിക്കാൻ കൊള്ളാവോ? എന്താ ഇവിടുത്തെ കാര്യങ്ങള് മണി? എങ്ങനെയുണ്ട് തലവേദന? കുഴപ്പമില്ല. അച്ഛന് ബ്രെഡ് ഓംലേറ്റ് പറ്റുമോ? ഇനി വിഭവസമൃദ്ധമായിട്ട് എന്തെങ്കിലും വേണോ? ബ്രെഡ് ഓംലെറ്റ് മതി. അച്ഛന് ഓഫീസിൽ കൊണ്ടുപോകാൻ ചോറ് വേണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ രാവിലെ തന്നെ അടുക്കള കയറുന്നതും അമ്മയ്ക്ക് ഇപ്പൊ വയ്യാതായതും. അതങ്ങനെ മനുഷ്യന് നേരെ ഉറക്കം കിട്ടണ്ടേ? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ ലഞ്ച് കൊണ്ടുപോകണമെന്ന്. എല്ലാം അമ്മ സ്വയം ഇഷ്ടത്തിൽ ചെയ്യുന്നതാണ്. ലഞ്ച് ഒന്നും വിട്ടില്ലെങ്കിലേ അച്ഛൻ ഓഫീസിന്റെ പുറത്തിറങ്ങി വല്ല നാരങ്ങ വെള്ളം പഴമൊക്കെ മേടിച്ച് കഴിക്കും. അതങ്ങനെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഹോട്ടലിൽ നിന്നൊന്നും മേടിച്ച് കഴിക്കൂലല്ലോ, കാശ് പോവൂലേ. ആണോ? ഇതൊക്കെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. താൻ ചത്ത് മീൻ പിടിച്ചിട്ട് എന്താ കാര്യം? താനാ? അത് അച്ഛനല്ല, അത് ബാക്കിയുള്ള താൻ എല്ല മൊത്തത്തിൽ. കൊണ്ടുപോയി തിന്നെ. 2 ബ്രെഡ് എന്ത് 2 എണ്ണത്തിൽ ഒതുങ്ങൂലേ? ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലത് തന്നെ. ഞാൻ അധികമൊന്നും കഴിക്കൂലല്ലോ. അധികം തിന്നാ കൊള്ളാം. അതെ, ഞാൻ കട്ടൻ ചായ ഇടാം. എന്റെ പൊന്നമ്മ ഒന്ന് അവിടെ ഇരിക്കോ, കിടപ്പിലായ അറിയാലോ. കിടപ്പിലാവാനാ? ഒരാള് കിടപ്പിലാവും, അധികം സമയമൊന്നും വേണ്ട. അമ്മ ഒന്ന് അച്ഛൻ്റെ അടുത്ത് പോയി ഒന്ന് ഇരുന്നാണ്, ഭക്ഷണം കഴിച്ചിട്ട് ഗുളി കഴിച്ചാൽ മതി. ഇനി ഗുളിയൊന്നും വേണ്ട. എന്ത് തലവേദന മാറിയാ? തലവേദനയൊന്നുമില്ല ഇപ്പൊ. ഇനി വന്നാലോ? അമ്മ അവിടെ പോയി അച്ഛൻ്റെ അടുത്ത്. ഞാനേ ഉച്ചത്തെ ഭക്ഷണ കാര്യത്തിനെ പറ്റി ആലോചിക്കായിരുന്നു. ചോറും വെച്ച് കറി എന്തെങ്കിലും എന്റെ പൊന്നമ്മ, അമ്മ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട, അതൊക്കെ ഞങ്ങൾ റെഡി ആയിക്കോളാം. മണി
ഓ അച്ഛനടുത്ത് പോയിരിയമ്മ ഭക്ഷണം കൊണ്ടെത്തിക്കാം. ബാക്കി പരിപാടി എങ്ങനെ? അത് ഇത് റെഡി ആക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടിയെ പറ്റിയൊക്കെ ആലോചിക്കാം. പിങ്കി ആ നീ എത്തിയാ? ഞാൻ ഭയങ്കര ഫാസ്റ്റ് അല്ലേ? ആ ഭക്ഷണ കാര്യത്തിൽ ഭയങ്കര ഫാസ്റ്റ് തന്നെ. ബാലൻസ് പൈസ ഗുളിക. താങ്ക്സ്. സാറുമാൻ ടീം എവിടെ? അമ്മ അകത്ത് റെസ്റ്റ് എടുക്കണം. നീ വല്ല കഴിച്ചായിരുന്നോ? ഇല്ല. ആ ഫോൺ ഒഴിക്കുമല്ലോ കഴിച്ചു. ശരി ബൈ ബൈ. പോവല്ലേ? എന്താടാ? ബാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എന്റെ കയ്യിൽ പൈസ ഇല്ല. അതിപ്പോ ആരായിട്ടാണുള്ളത്? അത് ഉള്ളവരുടെ കയ്യിലുണ്ട്. ഉള്ളവരെ കയ്യിലേ ഉണ്ടാവുമല്ല, ഇല്ലാത്ത കൈ കാണില്ല. അത് എനിക്കൊരു 100 രൂപ വേണം. ഈ 20 രൂപയുടെ ഗുളി കഴിക്കാൻ 100 രൂപ നീ കൂലി ചോദിക്കും? അതല്ല, എനിക്ക് ഒരു അത്യാവശ്യം കടമായിട്ട് തന്നാൽ മതി, ഞാൻ തിരിച്ചു തരാം. അവന് ഒരു 100 രൂപ. നമുക്ക് കാര്യം മനസ്സിലായി. ഒരു 100 രൂപ താ പിങ്കീസേ. എടാ എന്റെ ഇല്ലടാ, 5 പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ്. നിന്റെ കയ്യിൽ കാണും. ഉണ്ടോ? കയ്യിൽ കാണും. എന്റെ കയ്യിലൊന്നും ഇല്ല, നോക്കും. കയ്യിൽ വെച്ചോണ്ടില്ലാന്ന് പറയല്ലേ പിങ്കി. എടാ ഇല്ലടാ, ഇപ്പൊ ഭയങ്കര ടൈറ്റ് ആണ്. നിന്റെ കയ്യിലുണ്ട്, നീ തരാത്ത, നീ കള്ളിയാണ്. കള്ളിന്നാ? നീ പോടാ ബംഗാളി. നീ ഇപ്പൊ മലയാളി. എന്താടാ മലയാളിക്ക് എന്താ പ്രശ്നം? മലയാളിക്ക് എന്ത് കുഴപ്പമൊന്നും? മലയാളി ചതിക്കും, മലയാളി കള്ളിയാണ്, മലയാളി പിശുക്കാണ്. പിന്നെ നീ എന്തിനാണ് അവിടെ നിൽക്കണ? പോടാ നിന്റെ ബംഗാളിലോട്ട്. നീ ഇപ്പൊ മലയാളി മലയാളി മലയാളി. എടാ നിന്നെ ഞാൻ ഇന്ന് ബംഗാളി ഇല്ലെങ്കിൽ കാണാം. വൃത്തിയുടെ ബംഗാളി ശരിയാക്കി തരാടാ നിന്നെ. എന്തോ നമ്മ ഈ ചെയ്യണത്? ഇവിടെ മൊത്തം പൊടി. അതുകൊണ്ട് അതിപ്പോ തന്നെ ചെയ്യണോ? പോയി ചെന്ന് കിടക്ക്. സാരമില്ല. സാരമില്ലേ? പിങ്കി പിങ്കി, നീ ഇത് കണ്ടാ? എന്ത്? ഇടീ അമ്മ ക്ലീൻ ചെയ്യണ കണ്ടാന്ന്. അത് അമ്മ വയ്യാതിരിക്കല്ലേ അമ്മ? എന്തിനമ്മ ഇങ്ങനെയൊക്കെ പണി ചെയ്യണേ? ഇതിന് മാത്രം എന്ത് പണി ചെയ്തെന്നാ പറയണേ? പൊടി അടിച്ചാ ഡസ്റ്റ് അലർജി വരും. ഡസ്റ്റ് അലർജി. എനിക്ക് അങ്ങനെ വലിയ അലർജി ഒന്നും ഇല്ല. ഓ അപ്പൊ വരുത്തി വെക്കാന്ന്. അമ്മ അവിടെ പോയിരിയമ്മ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അമ്മയെ വലിയ രോഗിയാക്കുകയാണല്ലോ. അച്ഛൻ പണി ചെയ്യിപ്പിച്ച് അമ്മയെ രോഗിയാക്കാതിരുന്നാ. ഞാൻ എന്ത് ചെയ്യിച്ചെന്നാണ് നിങ്ങൾ പറയണത്? കുറച്ചു നേരമായിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു. എന്റെ സ്വഭാവം മറക്കട്ടോ. ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ഞാൻ പോയി ചോറും കറിയും വെക്കട്ടെ. അവിടെ ഇരിയമ്മ. വയ്യാത്ത ആളാണ് എണീറ്റ് ചോറും കറിയൊക്കെ വെക്കാൻ പോണത്. ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല അല്ലേ? അമ്മ 2 ദിവസം റെസ്റ്റ് എടുത്തോ അമ്മ. 2 ദിവസോ? എനിക്ക് നാളെ ഓഫീസിൽ പോകണം. അതുകൊണ്ട് വയ്യാത്ത അമ്മ എണീറ്റ് അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കി തരണം അല്ലേ? പണി നിനക്ക് ഒട്ടും വയ്യ? പണി വയ്യ അല്ലേ അമ്മ? വയ്യ. പക്ഷെ അമ്മ ആർക്കും വേണ്ടി ത്യാഗമൊന്നും ചെയ്യണ്ട. അച്ഛനിപ്പോ എന്താണ് പ്രശ്നം? അച്ഛന് ഊണിന്റെ സമയമാകുമ്പോ ഒരു വെപ്രാളം. എനിക്കൊന്നും വെപ്രാളം. ഒരു ശീലത്തിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ ആ ശീലത്തിനെ നമ്മൾ ദുശീലം എന്ന് പറയും അല്ലേ? അതെ. അതെങ്ങനെ പറ്റും? ദിവസവും 2 നേരം കുളിക്കുന്നതാണ് നമ്മുടെ ശീലം. അത് മാറ്റാനും പറ്റൂല. അപ്പൊ കുളി ഒരു ദുശീലമാണോ? തീരെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് 2 നേരം കുളിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുശീലത്തിന്റെ പരിധിയിലായിട്ട് വരും അല്ലേ? അതെ. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛന് ഉച്ചയ്ക്ക് ചോറില്ലാതെ പറ്റൂല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ ഉച്ച സമയത്ത് വിശക്കുമ്പോ ചക്കയും കപ്പയൊക്കെ ഒത്തിരി പുഴുങ്ങി അടിച്ചിട്ടുള്ളതാണ് ഞാൻ. അച്ഛന്റെ പഴയ പട്ടിണിയെ പറ്റിയൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല. അപ്പൊ അച്ഛന് ചോറ് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഈ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? എന്തു പറയുന്നു? ആയിക്കോട്ടെ. എന്ത് പണി? ഓ ആയിക്കോട്ടെ. എടി നിന്റെ ഫോൺ എവിടെ? ഞാൻ ഇന്നെല്ലാം ഹാൻഡിൽ ചെയ്തോളാം. താഴെ ഇരിക്കണം. ചേച്ചേ താഴെ. അച്ഛന്റെ ഫോൺ ഇങ്ങത്താ. റൂമിൽ കാണും. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. നീങ്ങി വാ. കണ്ട എനിക്ക് ചെറുതായിട്ടൊന്ന് വയ്യാതായപ്പോ എന്റെ പിള്ളേരെ സ്നേഹം കണ്ട. ഇത് കണ്ടിട്ട് എനിക്ക് അത്ര ദഹിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്തോന്നാണ് ദഹിക്കണത്? ആരാ? മേഡം ഓർഡർ ചെയ്ത ഫുഡ്. ഓക്കെ. മേഡം ബിൽ. 2800. ഓർഡർ ചെയ്ത എല്ലാം ഉണ്ട് മേഡം. ക്യാഷ് ഒന്ന്. ഒരു മിനിറ്റ്. റിങ്കി പിങ്കി വാ. ഫുഡ് എത്തിയാ? എന്തോന്നിത്? അച്ഛാ. ഡാഡി
എന്തോന്ന് കൊച്ചുങ്ങളെ കിടന്ന് കാറുന്നത്? എന്താ എന്താ ഫുഡ്. അച്ഛാ 2800 രൂപ? അച്ഛ ഈ ചേട്ടൻ കുറെ നേരമായി ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ അച്ഛന്റെ പേഴ്സ് എടുത്തോണ്ട് വരാം. എന്തോന്നു? സാർ 2800 രൂപ. ഇതാ അച്ഛാ. താങ്ക്സ് സാർ. രൂപ. റിങ്കി ഇന്ന് ആഹാരം കണ്ടിട്ടില്ലേ? ചിക്കൻ ഫ്രൈ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചപ്പാത്തി, ചിക്കൻ ടിക്ക. ഇതിനാണ് 2800 ആയത്. രാത്രിക്കുള്ള ഭക്ഷണം അകത്ത് വെച്ചിട്ടുണ്ട് അച്ഛാ. ഓഹോ, ഒരു അവസരം കിട്ടിയപ്പോ ഒരു ഫുൾ ഡേ കൊള്ളെല്ലാം ഇങ്ങനെ ഇറക്കുമതി ചെയ്താ. മണി, നിന്റെ തലവേദന മാറിയോ? തലവേദനയോ? അതൊക്കെ മാറി മാറി. 2800 രൂപയായി. ഞാൻ 3000 മുകളിലാണ് പ്രതീക്ഷിച്ചത്. കൊച്ച നീയല്ലേ പറഞ്ഞല്ല നീ ഹാൻഡിൽ ചെയ്തോളാന്ന്? ഞാനാണല്ലോ എല്ലാം ഹാൻഡിൽ ചെയ്തത്. ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞ നീയല്ലേ? ഞാനല്ലേ ഫുഡ് ഓർഡർ ചെയ്തത്. എന്നിട്ട് എന്റെ കയ്യിൽ നിന്നല്ലേ പൈസ ആയത്? ഞാൻ ബില്ല് പൈസ അടക്കാന്ന് പറഞ്ഞല്ലേ. എന്ത് കഷ്ടം, തിന്നാൻ സമ്മതിക്കൂല. വാങ്ങിച്ച ഫുഡിന് എത്തി കണക്ക് പറയില്ല അച്ഛാ. നിന്നൊക്കെ ഞാൻ രവിയേട്ടാ, നോക്കിക്കൊണ്ടിരിക്കാതെ എടുത്ത് കഴിക്കാൻ നോക്ക്. ചെലവാക്കിയ കാശെങ്കിലും മുതലാവട്ടെ. ഇനിയിപ്പോ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛൻ കരയണോ? ഞാൻ കരഞ്ഞൊന്നുമല്ല. ഇത് കഴിച്ചപ്പം എരിവുണ്ട്, കണ്ണീന്ന് വെള്ളം വരണേണ്. 2800 രൂപ പോയി. എന്തായാലും എന്റെ കയ്യിൽ നിന്ന് 2800 ആയതല്ലേ. 1000 രൂപ നിങ്ങൾ ഷെയർ ചെയ്തിരുന്നെങ്കിൽ. എനിക്ക് നാളെയും തലവേദന വരുമോന്നൊരു സംശയം. ഷെയർ വേണ്ട, ഷെയർ വേണ്ട, കഴി. അച്ഛനങ്ങോട്ട് വിളമ്പി കൊടുമക്കളെ. കഴിച്ചാ ഉരുളയ്ക്ക് പേര്